Hi friends, welcome to my channel. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുക്കിംഗ് വ്ലോഗ് തന്നെയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എനിക്ക് ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ചേട്ടൻ പോയത്. അപ്പോൾ ചേട്ടൻ പോണേക്കെ മുന്നിപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുട്ടുപൊടി പിന്നെ അപ്പപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അവിടെ നല്ല കൊള്ളി വന്നിരുന്നേ. അപ്പോൾ ഞാനവിടുന്ന് കൊള്ളി മേടിച്ചത് ഒരു പക്ഷേ ഞാൻ മുന്നേ വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവശ്യം വെക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ല വൈറ്റ് കളറിൽ എന്താ പറയുക, നല്ല വെളുത്ത് നല്ല അടിപൊളി കൊള്ളി എന്നൊക്കെ അറിയില്ലേ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൊള്ളി ഉപ്പേരിയാക്കാന്ന് കേട്ടോ. കൊള്ളി ഉപ്പേരി എന്ന് വെച്ചാൽ നമ്മുടെ സൈഡിലൊക്കെ പറയാം രാവിലെ കഴിഞ്ഞ് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കട്ടെ. ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചെയ്യും കഞ്ഞിക്കാണ് കുടിക്കുക. അപ്പോൾ രാവിലെ കഞ്ഞിയുടെ കൂടെ കൊള്ളി ഉപ്പേരിയാക്കുക അല്ലെങ്കിൽ കൊള്ളിക്കൂട്ടാനാക്കുക അങ്ങനെയൊക്കെ കേട്ടോ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും ആ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഭയങ്കര ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എന്തായാലും കൊള്ളിയൊക്കെ എന്തായാലും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4 പീസാണ് കേട്ടുള്ളത്. കടയിൽ 4 കുറച്ച് വലിയ പീസാണ് കേട്ടോ കൊള്ളിയുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് കുഞ്ഞു പീസാക്കാം കേട്ടോ. കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കേ. നമുക്കിപ്പോഴാണെങ്കിൽ കൊള്ളി ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതെന്തായാലും വേവിച്ച് വരുമ്പോൾ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ഞാനിനി ഒന്നുകൂടെ ഒന്ന് കഴുകുന്നുണ്ട്. കഴുകിയിട്ട് നമുക്ക് ഇതിൽ ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 1 സ്പൂൺ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരി ആക്കും, അല്ലെങ്കിൽ കാച്ചുന്ന ടൈമിൽ നമുക്ക് ഉപ്പേരി ആക്കും. നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ കൊള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഉപ്പേരി കാച്ചാം കേട്ടോ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സവോള കരിഞ്ഞ് വെച്ചു. ഇത് സവോള അല്ല, നമുക്ക് ഉള്ളിയാണെങ്കിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മളിവിടെ വാങ്ങലില്ല. കാരണം ഉള്ളിനൊക്കെ കൂടുതൽ ഇവിടെ സവോള കേട്ടോ കിട്ടുക. കേരള സ്റ്റോറിൽ മാത്രമേ അങ്ങനെ ഉള്ളിയൊക്കെ കിട്ടുള്ളൂ. ഉള്ളി ഞാൻ അങ്ങനെ മേടിച്ച് വെക്കലില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ സവോള ഇട്ട് അത് ശീലായി. അപ്പോൾ ഞാനങ്ങനെ ഉള്ളി വാങ്ങുന്ന പണിയില്ല കേട്ടോ. അപ്പോൾ സവോള തന്നെ എടുക്കാറ്. അപ്പം ഞാൻ ഒരു സവോള എടുത്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പില കേട്ടോ. വേറെ ഒന്നും നമുക്ക് അതിലേക്ക് വേണ്ട. പിന്നെ മിളകിന് പകരം നമ്മൾ മിളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെക്കാം കേട്ടോ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ കൊള്ളിപ്പേരി ഇട്ടൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ സവാള എടുത്ത് വെച്ചിട്ട് പിന്നെ ചതക്കുകയാണ് ചെയ്തത് വെളുത്തുള്ളി എല്ലാം കൂടെ. പിന്നെ കുറച്ച് വേപ്പില. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 1 സ്പൂണ് ചതച്ച മുളകില്ലേ, ചതച്ച മുളകും അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിയിലാണെച്ചെങ്കിൽ കാശ്മീരി ചില്ലി പൊടി ഉണ്ട് കേട്ടോ. ചില്ലി പൗഡറും കൂടെ മിക്സ്ഡ് ആണ്. അപ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരിക്കും. നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ചട്ടിയിലിട്ടൊന്ന് വഴറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറത്തിട്ട്, അല്ലെങ്കിൽ ആ മുളകിൻ്റെ ചൊവ്വ നിൽക്കില്ലേ, നമുക്ക് മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ സവോളയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ പോയി നമുക്ക് ഇതിലേക്ക് കൊള്ളിയിടാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളിയില്ല, അത് നമുക്ക് ഇടത്തിടാം കേട്ടോ. നമ്മുടെ കൊള്ളി എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇടാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ കൊള്ളിപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കൂടിയാൽ നല്ല ടേസ്റ്റായിട്ടാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞിയും രാവിലെ കഞ്ഞിയും ഉപ്പേരിയും അല്ലെങ്കിൽ കഞ്ഞിയും എന്തെങ്കിലും മെഴുക്ക് വരട്ടി അങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ കഞ്ഞിയൊക്കെ ആവും രാവിലെയൊക്കെ. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ കഞ്ഞിക്ക് എല്ലാവരും എടുക്കുന്നത് ചോറ് കൂട്ടി കഴിക്കാനാണ്. മീൻ വറുത്തതും ചോറും അതുപോലെ തന്നെ കൊള്ളിപ്പേരിയും കൂട്ടി കഴിക്കാൻ കേട്ടോ.